നമ്മളോടൊപ്പം ഇപ്പോൾ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രി ജി.ആർ. അനിലാണ്. സാർ, എങ്ങനെയാണ് ഇപ്പോൾ പൊതുവിപണിയിൽ വളരെ വലിയ രീതിയിലൊരു വിലക്കയറ്റം തന്നെയാണ്. സാധാരണ ജനങ്ങളൊക്കെ ഇത്തരത്തിൽ ബുദ്ധിമുട്ടുകൾ പ്രകടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ വിപണിയിലെ ഈ വിലക്കയറ്റം തടയാൻ സർക്കാർ ഭാഗത്തുനിന്ന് എന്തൊക്കെ തന്നെ നടപടികൾ ഉണ്ടാവും? വിപണിയിലെ ഇടപെടലാണ് സർക്കാർ സപ്ലൈകോ കൺസ്യൂമർ ഫെഡ് വഴി നടത്തിക്കൊണ്ടിരിക്കുന്നത്. മാർക്കറ്റിലെ വില വർധനവ് അതിനെ കുറെയെങ്കിലും നിയന്ത്രിക്കാൻ അതിലൂടെ കഴിയുന്നുണ്ട്. അതുകൊണ്ട് മാർക്കറ്റിലെ വില വർധനവ് സാധാരണ ജനങ്ങളെ ബാധിക്കാതിരിക്കാൻ ഫലപ്രദമായ മാർക്കറ്റ് ഇന്റർവെൻഷൻ പ്രവർത്തനമാണ് സപ്ലൈകോ ആലോചിക്കുന്നത്. ഇതെങ്ങനെയായിരിക്കും ഉൽപ്പാദകരോട് എങ്ങനെയായിരിക്കും നടപ്പിലാക്കുക? സബ്സിഡി കൊടുത്തുകൊണ്ടാണല്ലോ നമ്മളിപ്പോൾ മാർക്കറ്റ് ഇടപെടുന്നത്. ആ സബ്സിഡി തുക വർദ്ധിപ്പിക്കാനും അതോടൊപ്പം തന്നെ കൂടുതൽ ഉൽപ്പന്നങ്ങൾ ലഭ്യമാക്കാനുമുള്ള നിലപാടാണ് സപ്ലൈകോ വഴി എടുത്തിട്ടുള്ളത്. ഈ കൊപ്ര ലഭിക്കാനില്ല, പൂഴ്ത്തിവെപ്പുകൾ ഉണ്ടെന്നുള്ള രീതിയിൽ ധാരാളം ഇപ്പം മറ്റേ വ്യാപാരികൾ തന്നെ നമ്മളോട് പറഞ്ഞിരുന്നു, ഇത്തരത്തിൽ തേങ്ങയാണെങ്കിലൊക്കെ പൂഴ്ത്തിവെപ്പുകൾ ഉണ്ടെന്ന്. അതിനുള്ളൊക്കെ ഒരു നടപടി ഉണ്ടാകും. പൂഴ്ത്തിവെപ്പും കരിഞ്ചന്തയും എല്ലാം തടയാൻ ആവശ്യമായ നടപടി ഉണ്ടാകും. എന്നാൽ വെളിച്ചെണ്ണയുടെ ഇന്നത്തെ വില വർധനവ് അതാണോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. കൊപ്രയുടെ വിലയേക്കാൾ വലിയ ഡിഫറൻസാണ് വെളിച്ചെണ്ണയുടെ വിലയിൽ കാണുന്നത്. അതുകൊണ്ട് വെളിച്ചെണ്ണയ്ക്ക് അത്ര ക്രമാതീതമായ വില വർദ്ധിപ്പിക്കുന്ന നിലപാട് ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾ അതിൽ നിന്ന് പിന്മാറണം, അതിൽ നിന്ന് താഴോട്ട് വരണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഏതായാലും ഇപ്പോൾ ഓണമൊക്കെ വരികയാണ്. അപ്പോൾ ഓണവിപണിയിൽ സാധാരണക്കാർക്ക് വിലക്കയറ്റത്തിന്റെ വേവലാതികളില്ലാതെ ഓണമുണ്ണാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കാമോ? 100%. ഇത്തവണത്തെ ഓണം ഇതുവരെ ഈ സമീപകാല ഓണത്തിന്റെ കാലഘട്ടത്തെക്കാൾ ഏറ്റവും വില കുറച്ച് ഉൽപ്പന്നങ്ങൾ മാർക്കറ്റിൽ ലഭ്യമാക്കാൻ ഗവൺമെന്റ് ഫലപ്രദമായ ഇടപെടൽ നടത്തും. അതിൽ പ്രത്യേകിച്ചും അരിയാണെങ്കിലും പഞ്ചസാരയാണെങ്കിലും അതുപോലെ വെളിച്ചെണ്ണയാണെങ്കിലും നിത്യോപയോഗ സാധനങ്ങൾ ന്യായവിലയ്ക്ക് ലഭിക്കാനുള്ള നടപടി സ്വീകരിക്കും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.